നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ LP സ്കൂൾ ടീച്ചറിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ലാത്തത് ഏതാണ്? പ്രാചീന മലയാളം. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്? കേത്രി. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? നവംബർ 12, 1936. നവംബർ 12, 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ള. CSIRന്റെ പൂർണ്ണരൂപം എന്താണ്? CSIRന്റെ പൂർണ്ണരൂപം എന്താണ്? ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരല്ല? 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. സരോജിനി നായിഡു, നെൽസൺ ഗുപ്ത, അനി ബസന്റ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി ആരൊക്കെയാണ്? സരോജിനി നായിഡു, നെൽസൺ ഗുപ്ത, അനി ബസന്റ്. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. അൺഹാപ്പി ഇന്ത്യ, ലാല ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ എന്നിവ ശരിയായതായിരിക്കുമല്ലോ അല്ലേ? തെറ്റായ ജോഡി ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? ഇന്ത്യ വിൻസ് ഫ്രീഡം നമുക്കറിയാം. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ സംഭവങ്ങൾ പരിഗണിക്കുക. എന്നിട്ട് ഇതിന്റെ കാലഗണക്രമത്തിലാണ് എഴുതേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് മിന്റോ മോർലി ഭരണപരിഷ്കാരം 1 ഒന്നാമത്തത്, വാഗൺ ട്രാജഡി 2ാമത്തത്, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് 3ാമത്തത് 31, ചൗരി ചൗര സംഭവം പിന്നീട്. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ്? ചരിത്രകാരി ആരാണെന്ന് ചോദിച്ചാൽ ആർ ചമ്പക ലക്ഷ്മി. 24 ജനുവരി 24 അന്തരിച്ച ചരിത്രകാരി ആരാണ്? ആർ ചമ്പകലക്ഷ്മി. ആർ ചമ്പകലക്ഷ്മി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. രഘുവേന്ദ്ര തൻവാർ. രഘുവേന്ദ്ര തൻവാർ. പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? ബില്ലുകൾ അംഗീകരിക്കൽ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭയാണ് നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുന്നവർ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സാമൂഹികീകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ശരി ഉത്തരം നോക്കുക. ഫെർമി, ആങ്സ്ട്രോം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ആൻസർ എന്താണ്? എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു. നെക്സ്റ്റ് വൺ, ഒരു ആദർശക വാതകത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത √p/p. അതിൽ p മർദ്ദവും p സാന്ദ്രവുമാണ്. p ആണ് ഗാമയാണ് അല്ലേ? എന്നത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത ഛേദതലത്തോടു കൂടി 2 സിറിഞ്ചുകൾ വെള്ളം നിറച്ചൊരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പിസ്റ്റളിന്റെയും വലിയ പിസ്റ്റളിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്ററും 10 ആണ്. ചെറിയ പിസ്റ്റളിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റളിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 25 ന്യൂട്ടൺ. ഇത് നല്ല രസമുണ്ട് അല്ലേ, കട്ടിയുള്ള ക്വസ്റ്റ്യൻസ്. പ്ലസ് 2.5 ഡയോപ്റ്റർ പവറുള്ള ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, -4. 50 ഓം, 100 ഓം, 200 ഓം വീതമുള്ള പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായോ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിസ്റ്റൺ ബ്രിഡ്ജാണ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററും ഇതിൽ ഗാൽവനോമീറ്ററിന്റെ കറണ്ട് എത്രയാണ്? 0 ആംപിയർ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, XPO സാറ്റ്. XPO സാറ്റ് ചന്ദ്രയാനെ വിട്ടൊരു XPO സാറ്റിലേക്ക് വന്നു. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ് ആദിത്യ L1. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം ഏതൊക്കെയാണ്? ആദിത്യ L1ന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2, 3 ശരിയായവയാണ്. നൽകിയിരിക്കുന്ന ഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? ഊർജം കൂടിയ ഷെൽ ഏതാണ്? 3Dക്കാണ് ഏറ്റവും കൂടിയ ഊർജമുള്ളത്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? PCl5 ആണ് ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം, PCl5. STPL 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. 2 മോളിന്റെ വ്യാപ്തം കാണുക. 44.8 ലിറ്റർ അല്ലെ? 1 മോൾ അല്ല, 2 മോളിന്റെ ചോദിച്ചിട്ടുള്ളത്. ഏത് നിയമമാണ് ദ്രാവകത്തിന്റെ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏതാണ്? ഹെൻട്രീസ് നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? ഓപ്ഷൻ സി, മെർക്കുറി സെൽ. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? നിക്കൽ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരാണ്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം എന്താണ്? പ്ലിയോട്രോപ്പിസം എന്നാണ് പറയുക. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവമാണ് പ്ലിയോട്രോപ്പിസം. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലിനേഴ്സ്. ജേക്കബ്സൺ സോർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധം, പാമ്പിനെ ഓർക്കാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ്? വീഡ് കില്ലർ ഉപയോഗിക്കുന്നത് ഏതാണ്? 24D. വീഡ് കില്ലർ 24D. ലോക അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? അൾഷിമേഴ്സ് ദിനം ഏതാണ്? സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഡാഷ് ആണ്, ഡോട്ട്സ് ആണ്. ബേർഡ് ഐ ചിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്തിട്ടുള്ളത്? ബേർഡ് ഐ മുളക്, മിസോറാം. ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 14 ലിറ്റർ. 47ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 48ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 49ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 50ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 51 ഓപ്ഷൻ സി. 52 വരുന്നത് ഓപ്ഷൻ ബി. 53 ഓപ്ഷൻ ബി. 54 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 55ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 56ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 57ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 58ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 59ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 60ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കാൾ ഗുസ്താവ് യുങ്. അവിടെയും പാടല്ല. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വങ്ങൾക്ക് ഉദാഹരണമാണ്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്ന തത്വമാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നിഷേധം, ദമനം, യുക്തീകരണം, തഥാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമായോജനം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെബി വാട്സിന്റെ ശിഷ്യയായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? കാൾ ലാഷ്ലി. കാൾ ലാഷ്ലി. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യ പ്രചരിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രവും തത്വജ്ഞാനവും സാഹിത്യവും എല്ലാം ഉള്ളതാവണമെന്ന് വിദ്യാഭ്യാസം. എപ്പോഴാണെന്ന് പറഞ്ഞു നോക്കാം. 1954 വുഡ്സ് ഡെസ്പാച്ച് ആണ് അങ്ങനെ വിശദീകരിക്കുക. 1954 വുഡ്സ് ഡെസ്പാച്ച് ആണ് വിശദീകരിക്കുന്നത്. പൊതുദയ, അക്രമരാഹിത്യം, സ്വച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിലാണ് പെടുക? മുഖ്യ സവിശേഷതകൾ. ദ നേച്ചർ ഓഫ് പ്രെജുഡിസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? രചയിതാവ് ആരാണ്? ഗോർഡാൻ വില്യാർഡ് ആൽപോർട്ട്. ആൽപോർട്ടാണ് നേച്ചർ ഓഫ് പ്രെജുഡിസ്. ആൽപോർട്ടിന്റെ ആണ് നേച്ചർ ഓഫ് പ്രെജുഡിസ്. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏതുതരം ജന്മവാസത്തിൽ പെടുന്നതാണ്? ഉത്കൃഷ്ടത, ആത്മസ്ഥാപനം. വിപ്രേരണയെ കുറിച്ചുള്ള കിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തത് ഏതാണ്? ധാരണ. ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താണ് പറയുന്നത്? പഠനാനന്തരം. ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിക്കപ്പെട്ടതാണ്? വൈജ്ഞാനിക
പഠന സിദ്ധാന്തം. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സംവാത്മക പഠനം. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണികൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? പ്ലേറ്റോ. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം ഏതാണ്? NIMH. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ ബി CL ഹൾ ആണ്. ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികസനം. ആൽബർട്ട് ബെന്തൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഓർമ്മ. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഡാനിയൽ ഗോൾമാൻ. റീഡിംഗ് പാസേജ്. 81. What should a speaker do if listeners disagree with him or her? Option C. Give evidence. What is the main theme of a passage? Option D. Monitoring the reactions of listeners. The term green light indicates that the speaker, option A ആണ്, may continue. Answer the following questions by choosing the most appropriate answer from the given options. One of the students dash not willing to do the exercise. Was. ഒന്ന് പേടിപ്പിക്കാനുള്ള വകയൊക്കെ ഉണ്ടായിരുന്നില്ല. My teacher is interested dash reading novels. Option A ആണ്, in reading novels. The police had noticed the dash woman entering the room without permission. Answer option B. The doctor had already left when the patient dashed the hospital. Answer option D ആണ്, reached the hospital. Reached. So the following is the highest in meaning to the word conviction. Answer option A ആണ്, strong belief. The receptive skills are listening and reading. So the following is a scoring indicator of speech. Scoring indicator of speech is intelligibility. Next, 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി കുഞ്ഞുണ്ണി മാഷ്. അല്ലേ, കുഞ്ഞുണ്ണി മാഷ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തകഴി ശിവ ശങ്കരിപ്പുഴ. പ്രീവിയസ് കിട്ടിയല്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ്? വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്ന ഏതാണ്? നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്ന ഏതാണ്? മേശ. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടുള്ളത്? സംസ്കൃതം. കലാധരൻ എന്നതിന് സമാനപദം അല്ലാത്തത് ഏതാണ്? രവി. ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ശരിയായ പ്രസ്താവന. കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ശാരീരിക ചാലക വികാസം. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആശയാവതരണ രീതി. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ
പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ പഠന പ്രവർത്തനങ്ങൾ